ലോകം പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ ഇങ്ങ് കേരളത്തിൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ നെഞ്ചിടിപ്പ് കൂടുകയാണ്. പറഞ്ഞു വരുന്നത് കേരളം ഇന്ന് ഉറ്റുനോക്കുന്നത് ഡൽഹിയിലേക്കും കൊച്ചിയിലേക്കുമാണ്. ഒരേ സമയം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും അന്വേഷണ ഏജൻസികളും പിണറായി വിജയൻ എന്ന ഇരട്ടച്ചങ്കന്റെ ഉറക്കം കെടുത്തിയിരിക്കുകയാണ്. അഴിമതിയുടെയും വിശ്വാസവഞ്ചനയുടെയും ചെളിക്കുണ്ടിൽ മുങ്ങി നിൽക്കുന്ന പിണറായി സർക്കാരിന്റെ തലക്കിട്ടടിച്ചുകൊണ്ട് സുപ്രീം കോടതി ശബരിമല യുവതി പ്രവേശന വിധി പൊടി തട്ടിയെടുക്കുന്നു. സ്വർണ്ണക്കള്ളക്കടത്തിൽ നാണം കെട്ടി നിൽക്കുന്ന മുഖ്യമന്ത്രിക്ക് ഇത് ഇരുട്ടടിയല്ല, ഇരട്ടപ്രഹരമാണ്. അതിനൊരു കാരണം ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഇന്ന് SITയുടെ ചോദ്യം ചെയ്യലിൽ പതറുകയാണ്. ശബരിമലയെ രാഷ്ട്രീയമായി ഉപയോഗിച്ച കടകംപള്ളിയുടെ ഓരോ നീക്കവും ഇന്ന് നിരീക്ഷണത്തിലാണ്. ചോദ്യം ചെയ്യൽ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ഈ മുൻ മന്ത്രി കൂടി ജയിലിലേക്ക് പോകേണ്ടി വരുമെന്നത് ഉറപ്പായി കഴിഞ്ഞു. അതേസമയത്ത് തന്നെയാണ് വർഷങ്ങളായി മാറ്റിവെച്ചിരുന്ന ശബരിമല പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കാൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കാൻ സാധ്യത തേടുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 2018 സുപ്രീം കോടതി വിധി നടപ്പിലാക്കാൻ പിണറായി സർക്കാർ കാണിച്ച അമിത ആവേശം നമ്മൾ കണ്ടതാണ്. ഭക്തരുടെ വികാരങ്ങളെ മാനിക്കാതെ പോലീസിനെ ഉപയോഗിച്ച് യുവതികളെ മല കയറ്റാൻ സർക്കാർ കിണഞ്ഞു പരിശ്രമിച്ചു. ആയിരക്കണക്കിന് അയ്യപ്പന്മാർ തെരുവിലിറങ്ങി. സമരങ്ങൾ അടിച്ചമർത്തപ്പെട്ടു. അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-ഉം നേരിട്ടത് സമാനതകളില്ലാത്ത ജനരോഷമായിരുന്നു. നവോത്ഥാനത്തിന്റെ പേര് പറഞ്ഞ് വിശ്വാസികളെ മുറിവേൽപ്പിച്ചു എന്ന് പറഞ്ഞ് തെരുവിലിറങ്ങിയത് ഭക്തജനങ്ങളായിരുന്നു. അന്ന് യുവതീ പ്രവേശനത്തിനായി വാദിച്ചവരും ദേവസ്വം ബോർഡിന്റെ തലപ്പ് തിരുന്നവരും ഇന്ന് എവിടെയാണ്? പത്മകുമാറും N വാസുവും ഉൾപ്പെടെയുള്ളവർ ഇന്ന് ജയിലഴിക്കുള്ളിലാണ്. ശബരിമലയിലെ സ്വർണവുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളും അഴിമതി ആരോപണങ്ങളുമാണ് ഇവരെ ഇന്ന് പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്നത്. ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ പോലും പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു കഴിഞ്ഞു. ഈ അഴിമതി വീരന്മാരുടെ നേതൃത്വത്തിലായിരുന്നോ അന്ന് ശബരിമലയിൽ നവോത്ഥാനം കൊണ്ടുവരാൻ ശ്രമിച്ചത് എന്ന ചോദ്യം ഇപ്പോൾ പ്രസക്തമാണ്. അന്ന് ശബരിമലയിൽ പോലീസ് സംരക്ഷണത്തിൽ യുവതികളെ കയറ്റിയപ്പോൾ അത് വലിയ വിജയമായി കണ്ടവർക്ക് ഇന്നും മറുപടിയില്ല. വിശ്വാസികളെ വെല്ലുവിളിച്ച പിണറായി സർക്കാരിന് കാലം കാത്തുവെച്ച നീതിയാണ് ഇതെന്ന് ഒരു വിഭാഗം വിശ്വസിക്കുന്നുണ്ട്. സ്വർണ്ണ കള്ളക്കടത്ത് കേസിലെ പുതിയ വെളിപ്പെടുത്തലുകളും ദേവസ്വം ബോർഡിലെ അഴിമതിയും സർക്കാരിന്റെ ധാർമ്മിക അടിത്തറ തകർത്തിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ശബരിമല കേസ് വീണ്ടും കോടതിക്ക് മുന്നിലെത്തുന്നത് പിണറായിയുടെ രാഷ്ട്രീയ ഭാവിക്ക് തന്നെ ഭീഷണിയായേക്കാം. അതേസമയം ശബരിമല യുവതീ പ്രവേശന വിഷയം വീണ്ടും സജീവമാകുമ്പോൾ കേരളം ഉറ്റുനോക്കുന്നത് സുപ്രീം കോടതിയിലേക്കാണ്. നീതിപീഠത്തിന്റെ ഇടപെടൽ പിണറായി സർക്കാരിന്റെ തലക്കിട്ടടിക്കുന്ന ഒന്നായി മാറുമോ? അഴിമതിയുടെയും വിശ്വാസ ലംഘനത്തിന്റെയും നിഴലിൽ നിൽക്കുന്ന ഈ സർക്കാരിന് കോടതിയിൽ നിന്നും ജനങ്ങളിൽ നിന്നും ഇനി എന്താണ് ലഭിക്കാനിരിക്കുന്നത്? നമുക്ക് കാത്തിരുന്ന് കാണാം.